ഇസ്രായേലും ഇറാനും ഒപ്പം അമേരിക്കയും ചേർന്നുള്ള യുദ്ധം വലിയ കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചാൽ എന്ത് ചെയ്യും, ചൗഹാർ തുറമുഖം ഇറാൻ അടച്ചാൽ എന്ത് ചെയ്യും എന്നൊക്കെയുള്ളത് ഒരു വലിയ ആശങ്കയായി നിൽക്കുന്നു. അതിനിടയ്ക്ക് ഖമനേയി കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇതിനൊക്കെ അപ്പുറം സ്ഥിരീകരിച്ചു. ഇതിനൊക്കെ അപ്പുറം നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ ഗൾഫ് മേഖലയിൽ ഒരുപാട് മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഉണ്ട്. പലരും നാട്ടിൽ, ഇപ്പൊ ഇന്ന് ഞാൻ കണ്ടൊരു വീഡിയോയിൽ അച്ഛൻ മരിച്ചു കിടക്കുന്നു, നാട്ടിൽ വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു, പക്ഷെ വരാൻ കഴിയാതെ ഒരു മകൻ അലമുറിയിട്ട് കരയുകയാണ്. കുറെ ആളുകളുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. ഇനി മുന്നോട്ട് ജീവിതമുണ്ടോ എന്ന് ആശങ്കപ്പെടുന്ന പലരുമുണ്ട്. ഇത്തരത്തിൽ യുദ്ധം നീണ്ടു നിന്നാൽ ഈ ഗൾഫ് മേഖലയിൽ ഉള്ള ഇന്ത്യക്കാരുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? പ്രത്യേകിച്ച് മലയാളികളുടെയൊക്കെ ഒരു അവസ്ഥ, സാമ്പത്തികമായുള്ള ഒരു നഷ്ടം, അതൊക്കെ ഏത് തരത്തിലായിരിക്കും? നമ്മളിന്ന് ശുഭപ്രതീക്ഷയുടെ ആൾക്കാരാണ്, നമുക്ക് ആ രീതിയിൽ കാണാൻ പറ്റുള്ളൂ. എങ്കിൽ പോലും ഇതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. ഗൾഫിൽ സെക്കൻഡുകൾക്കുള്ളിൽ സംഭവിച്ചതാണ്. കാരണം ആരും ഇങ്ങനെ ഒരു ദിവസം പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് അങ്ങോട്ട് ട്രാവൽ ചെയ്ത് അവിടെ എത്തിയ ആൾക്കാരുണ്ട്, അവർക്ക് തിരിച്ചു വരാൻ പറ്റാത്തവരുണ്ട്. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് പോകാനും അവിടുന്ന് ഇങ്ങോട്ട് വരാനും ഒക്കെ ആയിട്ട് ധാരാളം ആൾക്കാരുണ്ട്. മാത്രമല്ല അവിടുത്തെ പ്രവാസികളായി കഴിയുന്ന ആൾക്കാരെല്ലാം വളരെ വലിയ ആശങ്കയിലാണ്. ഇപ്പൊ നമുക്കറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒമാൻ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളിലും GCCയിൽ അറ്റാക്ക് കാണുന്നു. അപ്പൊ ഒമാനിലും ഇപ്പൊ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് അതിഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഗൾഫ് മേഖലയിലുള്ള മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ വളരെ ആശങ്കാകുലരാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ വിമാനത്താവളത്തിൽ പെട്ടുപോയ ആൾക്കാരുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം കുറച്ചു മുമ്പ് തന്നെ UAE സർക്കാർ പറഞ്ഞു, ദുബായ് എയർപോർട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന എല്ലാവർക്കും താമസ സൗകര്യവും ഭക്ഷണവും കൊടുക്കാനുള്ള സൗകര്യം അവർ അറേഞ്ച് ചെയ്തു. അതുപോലെ പലയിടത്ത് ഇപ്പം നമുക്ക് ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ളവരെ മാത്രമല്ല ഇത് ബാധിച്ച്, പലരും കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയിട്ട് അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും മറ്റ് CIS കൺട്രികളിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് വന്നവരുണ്ട്. അപ്പം അവരെല്ലാം വന്നിട്ട് അടുത്ത പോയിന്റിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് വിമാനങ്ങളെല്ലാം ക്യാൻസലായി പോകുന്നത്. അപ്പം അങ്ങനെ ആയിരക്കണക്കിന് യാത്രക്കാർ കുവൈറ്റ്, ബഹ്റിൻ, അതേപോലെ ഒമാന്, UAE, അങ്ങനെ എല്ലാ ഖത്തറിലും എല്ലാം ഇതേപോലെ ആൾക്കാർ പെട്ടുകിടക്കുകയാണ്. അപ്പൊ അവരെല്ലാം ഗവൺമെന്റ് പരമാവധി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യ അവിടെ ഹെൽപ്പ് ലൈൻ നമ്പർ റെഡിയാക്കിയിട്ട് അവിടെ ഇന്ത്യൻ എംബസി വഴി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കാണേണ്ട 2-3 കാര്യങ്ങളാണ്. ഇത് ദീർഘനാൾ നിലനിൽക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ തന്നെ തകരാറിലാകും. അതോടൊപ്പം തന്നെ ഇപ്പൊ ഹോർമിസ് കടലിടുക്ക്, അത് നമുക്കറിയാം, ഒമാനും ഇറാനുമാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രയോജികർ. അപ്പൊ എന്തായാലും ആ കടലിടുക്ക് അടച്ചു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അടച്ചു. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം 20 മില്യൺ ബാരലാണ് അതിലൂടെ എണ്ണ വ്യാപാരം മാത്രം നടന്നു പോകും. അതായത് ലോകത്ത് നടക്കുന്ന എണ്ണ വ്യാപാരത്തിന് 28% അതിലൂടെ മാറും. അത് മാത്രമല്ല, മറ്റു വ്യാപാരങ്ങൾ എത്രയോ അതിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ എണ്ണയുടെ 50% ചരക്ക് നീക്കം നടക്കുന്നത് ഈ കടലിൽ. അപ്പം നമ്മളെ സംബന്ധിച്ച് വരുന്നത്, ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഓർക്കുന്നുണ്ട്, കുവൈറ്റ് യുദ്ധം നമുക്ക് അറിയാം. ആ സമയത്ത് 8 രൂപ ഉണ്ടായിരുന്ന പെട്രോളിന്റെ വില ആ യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് 24 രൂപയിലെത്തി. പിന്നീട് അത് ഒരിക്കലും കുറഞ്ഞില്ല. അത് സദ്ദാം ഹുസൈന്റെ കാലത്ത് ഇറാഖുമായിട്ട് നടന്ന അന്ന് ഒരു ലിറ്ററിന് 7 രൂപ 8 രൂപ വില ഉണ്ടായിരുന്ന പെട്രോളിനും ഡീസലിനും പെട്ടെന്ന് വില കയറി 24 രൂപ എത്തി. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ 100 രൂപ വിലയുള്ള പെട്രോള് ഈ അവസ്ഥയിലേക്ക് ഇനി ഒരു മാസമോ വല്ല നീണ്ടു നിന്ന് കഴിഞ്ഞാൽ അത് 300 രൂപയിലേക്കൊക്കെ എത്തിയാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. അതിന്റെ ഫലമായിട്ട് നിത്യോപയോഗ സാധനങ്ങൾ വില കയറും. നമ്മുടെ ജീവിതം തന്നെ, യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ വരും, ജീവിതം തന്നെ ദുസ്സഹമായി മാറും. അത് ലോക സാമ്പത്തിക ക്രമത്തിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന യുദ്ധമാണ്. ഇതിൻ്റെ അകത്ത് നമുക്കറിയാം, വിജയവും പരാജയവും യുദ്ധത്തിലില്ല. കാരണം കുറെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും അതിൽ കുറെ വിജയമുണ്ടാകും. ചിലപ്പോൾ കുറെ കാര്യങ്ങൾ ഇറാനിന്റെ ഭരണകൂടം മാറുമായിരിക്കും, പുതിയ ഭരണകൂടം വരുമായിരിക്കും. അതുകൊണ്ട് ആ രാജ്യത്തെ ജനങ്ങൾ ചിലപ്പം കുറച്ചും കൂടെ മെച്ചപ്പെട്ട ജീവിത രീതിയിലേക്ക് മാറുമായിരിക്കാം. അമേരിക്കയും ഇസ്രായേലിനും ഒരുപാട് നഷ്ടങ്ങൾ വരും, ഇറാനും വരും. പക്ഷേ ആത്യന്തികമായി നഷ്ടങ്ങൾ മാത്രമേ ലോകത്തിന് ഏത് യുദ്ധവും സമ്മാനിക്കുകയുള്ളൂ. അല്ലാതെ ഒരിക്കലും യുദ്ധത്തിന്റെ വിജയം എന്ന് പറയുന്നത് അതിന്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരുടെ ജീവത്യാഗങ്ങളും അതുപോലെ കോടാനുകോടി രൂപയുടെ നഷ്ടങ്ങളും രാജ്യത്തിന് വരുന്ന നിർമ്മാണ പ്രവർത്തനത്തിന് വരുന്ന നഷ്ടങ്ങളും എല്ലാം വലിയ തുകയായിട്ട് തന്നെ കണക്കാക്കണം. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇറാനിലൊരു തുറമുഖം മാനേജ് ചെയ്യുന്നുണ്ട്. അവിടെ പോലും ഇസ്രായേൽ അറ്റാക്ക് ചെയ്തു എന്നുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ രാത്രി നമുക്ക് കിട്ടുന്ന വിവരം. അപ്പം 2 ഭാഗത്തുനിന്നും, ഇസ്രായേലിന്റെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പരമാവധി അറ്റാക്കുകൾ നടക്കുന്നതോടൊപ്പം തന്നെ
ഇറാന് യാതൊരു ലക്ഷ്യവുമില്ലാതെയാണ് യുദ്ധം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ പോയിന്റ്സുകളില്ല. അതായത് അവർക്ക് കിട്ടുന്ന, അതായത് അവർക്ക് ഗൈഡ് ചെയ്യാൻ ആളില്ലാത്തൊരവസ്ഥയിലേക്ക് ഇറാനിലേക്ക് സംവിധാനങ്ങൾ താഴേക്ക് പോയി എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം കൃത്യമായ ഗൈഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ യുദ്ധതന്ത്രങ്ങൾ അവർ കൃത്യമായി ഉപയോഗിച്ചിരുന്നെങ്കിൽ എപ്പോൾ യുദ്ധത്തിന്റെ ഗതി വേറെ രീതിയിൽ മാറ്റാമായിരുന്നു. പക്ഷേ എപ്പോൾ ആ കൃത്യമായ ഗൈഡൻസ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് 6 ഗൾഫ് രാജ്യങ്ങളിലേക്ക് തുടർച്ചയായിട്ട് മാറി 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 അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു ഏരിയ മാത്രം. ഇപ്പം ബഹ്റിലെ 5-ാം കപ്പൽപ്പടയ്ക്കെതിരെ ആയിരുന്നെങ്കിൽ അവിടെ മാത്രം ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഇതിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരുത്താമായിരുന്നു. പക്ഷേ അവർക്ക് കൃത്യമായ ഗൈഡൻസ് കൊടുക്കാനോ കൃത്യമായ കാര്യങ്ങൾ നടത്താനോ, അത് കാരണം അത് ഇന്നലെ തന്നെ നമ്മൾ സംശയിച്ചിരുന്നു. കാരണം അയത്തുള്ള ഖൊമൈനി മരണപ്പെട്ടു എന്നുള്ള വിവരം ഇന്ന് പുലർച്ചെയാണ് എല്ലാവരും അറിയുന്നത്, ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. പക്ഷേ ഇത് ഒരു ദിവസമായി 24 മണിക്കൂർ കഴിയുമ്പോഴാണ് എല്ലാവരും അറിയുന്നത് ശരിക്കും. അപ്പൊ 24 മണിക്കൂറിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു. അവിടെ കൃത്യമായ ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇറാന്റെ അറ്റാക്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു പ്രഹരം ഉണ്ടാക്കാൻ അവർക്ക് പറ്റാത്തത്. അതേപോലെ തുടർച്ചയായിട്ട് ഈ 2-ാം ദിവസം യുദ്ധം നടന്നു വരുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എപ്പോഴും അവർക്ക് കൃത്യമായ ഗൈഡൻസ് ഇല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വലിയ കാഷ്വാലിറ്റി അവിടെ സംഭവിച്ചു. അല്ലെങ്കിൽ അവിടുത്തെ സൈനിക തലവന്മാർ, അല്ലെങ്കിൽ അവിടെ യുദ്ധം മുൻനിരയിൽ നിന്ന് നടത്തേണ്ട ആൾക്കാരെല്ലാം ഒന്നെങ്കിൽ പിന്മാറുകയോ മരണപ്പെടുകയോ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു കാൽക്കുലേഷൻ. അത് വരും ദിവസങ്ങളിൽ നമുക്കത് വെളിപ്പെടുകയുള്ളൂ. അതോടൊപ്പം ഈ അവരുടെ കനത്ത ആണവ പ്രഹരശേഷിയുള്ള അല്ലെങ്കിൽ ആണവ ആയുധങ്ങൾ സൂക്ഷിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങൾ എല്ലാം ഇവരുടെ കൺട്രോളിലേക്ക് കടന്നു എന്ന് വേണം കരുതാൻ. കാരണം ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൂടുതലും ബോംബുകൾ വർഷിച്ചതെന്നാണ് അറിയാം. 9 മാസം മുമ്പ് ജൂണിൽ ഇതുപോലൊരു അറ്റാക്ക്, ബങ്കർ ബസ്റ്റർ ബോംബ് വെച്ചിട്ട് ഇറാനും ഇസ്രായേലും അതുപോലെ US-ഉം സംയുക്തമായിട്ട് നടത്തി. അന്നും അവർ അവകാശപ്പെട്ടത് ഇറാന്റെ സകലവിധ ആണവ ശക്തിയും ഞങ്ങൾ നശിപ്പിച്ചു, ഇനിയൊന്നും പേടിക്കാനില്ലെന്നുള്ള വാദമാണ്. അന്നും ചില മാധ്യമപ്രവർത്തകർ പറഞ്ഞു ഇതിങ്ങനെ നശിപ്പിച്ചിട്ടില്ല, വെറും അവകാശവാദമാണ്. അന്നും ഇറാൻ പറഞ്ഞത് വെറുതെയാണ്, അവിടെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ആ ഇറാൻ പറഞ്ഞതാണ് സത്യം എന്നല്ലേ ഇപ്പോൾ വരുന്നത്. അതൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം അവരുടെ ഒരു വലിയൊരു സിംഹഭാവവും ഇതിൻ്റെ അകത്ത് പല ഘടകങ്ങളും അവർ അന്ന് നശിപ്പിച്ച് കഴിഞ്ഞിരുന്നു. കാരണം അത് കഴിഞ്ഞിട്ടുള്ള ഇറാന്റെ പല പ്രതികരണങ്ങളിലും ഇറാനിലെ പല റിപ്പോർട്ടിങ്, അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്ങിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ ഇറാനെ അത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഇറാന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഇപ്പം പൂർണ്ണമായിട്ട് ആണവായുധങ്ങളോ അല്ലെങ്കിൽ ആണവ ശക്തിയോ അവരെ നശിപ്പിച്ചു എന്നല്ല, അവരുടെ മാറ്റിയെന്നാണ്, ഇവർ ബോംബ് ചെയ്ത സ്ഥലത്തുനിന്ന് മാറ്റി. പക്ഷേ ഇവർക്കൊരിക്കലും പുനർനിർമ്മിക്കാനാവാത്ത രീതിയിൽ അവരുടെ ഒരുപാട് സങ്കേതങ്ങൾ അന്ന് നശിപ്പിച്ചു കഴിഞ്ഞിരുന്നു. അത് അവരെ സംബന്ധിച്ച് വീണ്ടും ഒരു ആണവായുധങ്ങളൊക്കെ നിർമ്മിക്കുകയാണെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളിൽ ഭയങ്കരമായ തകരാറുകൾ അവർ വരുത്താൻ സാധിക്കും. അതുകൊണ്ട് അവരുടെ ശക്തി അന്ന് തന്നെ ക്ഷയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എപ്പോഴത്തെ യുദ്ധത്തിന്റെ ആ രീതി കണ്ടാൽ തന്നെ അറിയാം, ഇവിടെ കയ്യിൽ എന്തെങ്കിലും കാര്യമായ ആയുധം ഉണ്ടായിരുന്നെങ്കിൽ അവരെടുത്ത് പ്രയോഗിക്കേണ്ട സമയം കഴിഞ്ഞു. അവർ തീർച്ചയായിട്ടും ഇസ്രായേലിനെതിരെയോ അല്ലെങ്കിൽ മറ്റു ആണവായുധം നിർമ്മിക്കാൻ 90% സമ്പുഷ്ടീകരണം വേണം. ഇപ്പൊ 60% ആയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അത് തന്നെ ഇപ്പോഴും അതുപോലെ അവശേഷിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇസ്രായേലും അതുപോലെ അമേരിക്കയും കൂടെ സംഘടിതമായിട്ടൊരു യുദ്ധം വീണ്ടും നടത്താൻ 9 മാസത്തിന് ശേഷം പ്രേരിപ്പിക്കുന്നതെന്നുള്ളതാണ് വഴി. അത് മാത്രമൊന്നും പറയാൻ പറ്റത്തില്ല. ഈ അമേരിക്കയുടെ ഇസ്രായേലിന്റെയും ഒരു ഫൈനൽ അജണ്ട എന്ന് പറഞ്ഞാൽ ഈ ആണവായുധം മാത്രമല്ല. ഇപ്പൊ നമ്മൾ ഇറാഖിൽ നമ്മൾ കണ്ടാണ്. ഇറാഖിൽ എന്താണ് അമേരിക്ക പറഞ്ഞത്, അവിടെ ആണവായുധം ഉണ്ട്, ഞങ്ങൾ കയറി പരിശോധിച്ചിട്ട് മുഴുവൻ കാണിക്കാത്തതാന്ന് പറഞ്ഞിട്ട് സദാം ഹുസൈനെ വധിച്ചിട്ടതിന് ശേഷം അവിടെ ആരും ആണവായുധം ഒന്നും കണ്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് അവരുടെ ആത്യന്തികമായ അമേരിക്കയുടെയും ഇസ്രായേലിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എപ്പോഴത്തെ ഭരണകൂടത്തെ താഴെ ഇറക്കുകയും അമേരിക്കയ്ക്ക് അമേരിക്കയ്ക്കും ഇസ്രായേലിനും താല്പര്യമുള്ള ഒരു ഭരണകൂടത്തെ അവർ അധികാരത്തിൽ എത്തിക്കുക എന്നുള്ള കാര്യത്തിലാണ് അവരുടെ താല്പര്യം. ആ കാര്യത്തിൽ നിന്ന് നമ്മളെപ്പോഴും ഒരു സാധനത്തിന് പുകമറ വെച്ചിട്ടാണ് എപ്പോഴും ആണവായുധം പറയുന്നത്. ആണവായുധം മാത്രമല്ല ഇതിൻ്റെ അകത്തെ പ്രശ്നം. കാരണം അവരെ നയതന്ത്രപരമായി ആ രാജ്യത്തെ ഭരണം മാറ്റുകയും അവർക്ക് അനുകൂലമായ ഒരു ഭരണകൂടത്തെ അവിടെ സൃഷ്ടിക്കുന്നിടം വരെ അമേരിക്കയും ഇസ്രായേലും യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ധന്യയുടെ ബന്ധുക്കളും ഒക്കെ ഉണ്ടല്ലോ ഈ ഗൾഫ് രാജ്യങ്ങളിൽ. എങ്ങനെയാണ് അവരുടെ ഒരു ആകാംക്ഷ അവർ എങ്ങനെയാണ് പങ്കിടുന്നത്? ഇന്നലെ രാവിലെയൊക്കെ വിളിച്ച ചേച്ചിയുടെ മോളൊക്കെ ദുബായിൽ സെറ്റിൽഡ് ആണ്. അപ്പൊ ഇന്നലെ വിളിച്ചപ്പോ രാവിലെ ഒന്നും വലിയ ഉച്ചയ്ക്കൊന്നും വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് പൂർണ്ണമായിട്ടും ഒരു പൂട്ടിക്കെട്ടിയ ഒരു നിലയിലാണ്. കാരണം സാധനങ്ങൾ വാങ്ങി വെക്കാൻ പറയുന്നു, ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങി വെക്കാൻ പറയുന്നു. നല്ല ആശങ്കയിലും ഭയത്തിലുമാണ്. കാരണം ഇങ്ങോട്ടേക്ക് വരാൻ കഴിയില്ലല്ലോ. പെട്ടെന്ന് പാസ്പോർട്ട് എടുത്ത് ഒന്നും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പാസ്പോർട്ട് എടുത്ത് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞാൽ
ഓക്കെ ആയിരുന്നു. പക്ഷെ അതിനും പറ്റാത്തൊരവസ്ഥയിലേക്ക് കുടുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് മലയാളികളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കറിയാം ഇത് നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആയിരക്കണക്കിന് അല്ല 10,000 ലക്ഷക്കണക്കിന് ആൾക്കാരാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. അവരെ സംബന്ധിച്ച് അവർക്ക് ജോലിയില്ല, കൂലിയില്ല, അല്ലെങ്കിൽ താമസ സൗകര്യത്തെ തന്നെ വെല്ലുവിളിക്കും. ഭക്ഷണമില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോവുകയാണ് ദിവസങ്ങൾ ദീർഘിപ്പിച്ചു കഴിഞ്ഞാൽ. ഒരുമാതിരി നല്ല ജോലിയുള്ളവരെ സംബന്ധിച്ച് അവർക്ക് സംവിധാനങ്ങളുണ്ടാവും. എന്നാൽ സാധാരണ ലെവലിലുള്ള ഒരുപാട് ആയിരക്കണക്കിന് അല്ല 10,000 തൊഴിലാളികളാണ് ഇന്ത്യയിൽ നിന്ന് അവിടെ പോയി ജോലി ചെയ്യുന്നത്. അവരെ സംബന്ധിച്ച് അബുദാബി മാത്രം 15 ലക്ഷം വരെ, അബുദാബി മാത്രം. അപ്പോൾ വലിയ ഒരു നമ്പറാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ ഇന്ത്യക്കാരെ സംബന്ധിച്ച് വലിയ ആശങ്കയുടെ ദിനങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. കാരണം അവരെ സംരക്ഷിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് തീർച്ചയായിട്ടും വലിയ നടപടികൾ എടുക്കും. കാരണം അറിയാം, നമുക്ക് ഈ തുടർച്ചയായിട്ട് ഈ ഉക്രൈൻ യുദ്ധത്തിലും അതിനു മുമ്പ് ഇസ്രായേലിന്റെ യുദ്ധം സമയത്തൊക്കെ ഇന്ത്യ വളരെ വലിയ ഇടപെടലുകൾ നടത്തി. അന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യാവുന്നതിന്റെ മാക്സിമം ഇന്ത്യ ഗവൺമെന്റ് നൽകും. അതുപോലെ ഈ കാര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് തീർച്ചയായിട്ടും ഇന്ത്യയിലെ ആൾക്കാരെ അവിടെ തന്നെ ഇടപെട്ടു. പ്രധാനമന്ത്രി ഇന്നിപ്പോ ഫോണില് അവിടുത്തെ ഗൾഫ് മേഖലകളിലെ ഈ പറഞ്ഞ 6 രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരായിട്ട് സംസാരിക്കുകയാണ്. എന്തെങ്കിലും ഒരു വഴി ഉരുത്തിരിയും ഇതുപോലെ ആശങ്കയിലിരിക്കുന്ന മലയാളികൾക്കെല്ലാം. സാറിന് ഞാൻ പ്രത്യേകമായിട്ടൊരു ചോദ്യം ചോദിക്കുന്നത്, അതായത് ഗൾഫ് മേഖലയെക്കുറിച്ച് നല്ല ബോധ്യമുള്ള, മിഡിൽ ഈസ്റ്റിനെ കുറിച്ച് പലവണ അവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആളെന്നുള്ള നിലയിലും ജിയോ പൊളിറ്റിക്സിൻ്റെ ചലനങ്ങളെക്കുറിച്ച് ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയിലും എങ്ങനെയാണ് അഭിപ്രായം? ഗൾഫ് മേഖലയിൽ ഇപ്പോൾ നമ്മുടെ ആകാംക്ഷ അതാണ്, ഹോർമുസ് അവിടെ നിൽക്കട്ടെ, അത് പിന്നത്തെ കാര്യം. ഗൾഫ് മേഖലയിൽ ഈ ഇറാൻ്റെ ആക്രമണം എത്ര നാൾ കൂടി തുടരാൻ സാധ്യതയുണ്ട്? അവരുടെ ആണവശേഷി വെച്ചിട്ട്, അവരുടെ ആയുധശേഷി വെച്ചിട്ട് അത് നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. കാരണം ഇത് പെട്ടെന്ന് തീരേണ്ട ഒരു അവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് നമ്മളൊരു യുദ്ധത്തിന്റെ രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ കാണുന്നത്. കാരണം നയതന്ത്രപരമായി പ്രോപ്പറായ ഒരു യുദ്ധമല്ല ഇറാൻ നയിക്കുന്നത്. ഇറാനെതിരെ കൃത്യമായ പോയിന്റോട് കൂടി അല്ലെങ്കിൽ കൃത്യമായ എയിമോട് കൂടിയിട്ടാണ് ഇസ്രായേലും അമേരിക്കയും കൂടെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ തിരിച്ച് കൃത്യമായ ഒരു ഐഡിയയോടെ അല്ലെങ്കിൽ അവർ കൃത്യമായ ഒരു പ്ലാൻ ആയിട്ടുള്ള ഒരു അറ്റാക്ക് അല്ല ഇപ്പൊ നടക്കുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് ഇങ്ങനെ ഗൾഫ് മേഖലയിലെ എല്ലാ രാജ്യങ്ങളിലേക്കും അവർ അറ്റാക്ക് ചെയ്ത് നോക്കുന്നത്. ഇപ്പൊ ജോർദാനിലേക്ക് വരെ അവർ അറ്റാക്ക് ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. കൃത്യമായ വിവരങ്ങളില്ല. പക്ഷെ അതുപോലെ എല്ലാ രാജ്യങ്ങളും, കാരണം അവർക്ക് കൃത്യമായ എയിം ഉണ്ടെങ്കിൽ അത് ആ എയിമിലേക്ക്, കാരണം യുദ്ധം എന്ന് പറയുന്നത് യുദ്ധം വിജയിക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പൊ അത് ഇറാന് വിജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഐഡിയ ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിനു പറ്റിയ ആൾക്കാരും ഇന്നൊന്നും നയിക്കാനില്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പൊ ഇറാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തീരാനാണ് സാധ്യത. കാരണം അമേരിക്ക ഇസ്രായേൽ സർവാധിപത്യം നേടും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പം എപ്പോഴത്തെ രീതിയിൽ മുന്നോട്ട് പോകും. ഇല്ലെങ്കിൽ നമ്മളെപ്പോൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തേക്ക് മാരകമായ രീതിയിലേക്ക് ഇറാന്റെ ഒരു വേർഷനിലേക്ക് മാറാനുണ്ട്. അങ്ങനെ മാറിയെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചിത്രം ഇതൊന്നും ആയിരിക്കില്ല. കാരണം ഗൾഫ് മേഖലകളിൽ ഇതിനേക്കാളും ദുരന്തത്തിലേക്ക് പോകും. പക്ഷേ അമേരിക്ക ആദ്യത്തെ ദിവസത്തെ വിജയം എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് സൂപ്പർ സീഡ് മുന്നോട്ട് കയറി കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്നലെ രാത്രി എന്തൊക്കെയാണ് നടന്നതെന്ന് അല്ലെങ്കിൽ ഇറാനിൽ എന്തൊക്കെ അറ്റാക്ക് ചെയ്തതെന്നുള്ള കൃത്യമായ വിവരങ്ങൾ ഇന്ന് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ. അത് ഇന്ന് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്കറിയത്തില്ല. അവർ വളരെ പ്ലാൻഡ് ആണ്. അതേസമയം അത് വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ് ഇറാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അമേരിക്കയും ഇസ്രായേലും ഒരു ദിവസം കൊണ്ട് സംഭവിച്ച കാര്യങ്ങളല്ല. ഒരു വർഷങ്ങളായി ഇറാനെ വളരെ സാഹോദര്യം ശ്രദ്ധിക്കുകയും നിരീക്ഷിക്കുകയും അവരുടെ എല്ലാ പ്ലാനുകളും, കാരണം അവിടെ പലരുമായിട്ട് ഓൾറെഡി അവർ കണക്റ്റഡ് ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അറ്റാക്ക് നടക്കില്ല. ഒന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവർ, ഇദ്ദേഹത്തിന്റെ എതിരെ പ്രവർത്തിക്കുന്നവരുണ്ടാവും, അമേരിക്കയിൽ രഹസ്യ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നവരുണ്ടാവും, അല്ലെ മൊസാദിന്റെ ഏജന്റുമാരായിട്ട് അവിടെ പ്രവർത്തിക്കുന്നവരുണ്ടാവും. അപ്പൊ അവരുടെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഇത് എവിടെയാണ് ആരാണ് മർമ്മപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഇസ്രായേലും ഇറാനും എന്ന് യുദ്ധം ആരംഭിക്കുന്നു അന്ന് അതിനെതിരെ ഒരു പ്ലാൻ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആൾക്കാരെ അവർ എപ്പോൾ ഒന്നെങ്കിൽ അവരുടെ കസ്റ്റഡിയിൽ എത്തിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അവർ കൂറുമാറിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അവർ ഭൂമുഖത്ത് തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇന്ന് ഇറാന് കൃത്യമായ ലക്ഷ്യം വെക്കാത്ത ഒരു യുദ്ധത്തിലേക്ക് അവർ പോകും. പക്ഷേ ഇറാൻ ആദ്യം ലക്ഷ്യം വെച്ചിരുന്നു. കാരണം അമേരിക്കൻ മിലിറ്ററി സ്റ്റേഷൻസ് നേരെയാണ് അവർ ലക്ഷ്യം വെച്ചിരുന്നത്. ഇത് ഞാൻ അറിഞ്ഞത് പേട്രിയോട്ട് മിസൈൽ കൊണ്ട് ഇന്റർസെപ്റ്റ് ചെയ്തു അമേരിക്ക. അതിൻ്റെ ഫലമായിട്ട് ആകാശത്ത് തന്നെ ചിഹ്ന ഭിന്നമായിട്ട് ഇത് ദൂരേക്ക് തെറിച്ചു. അങ്ങനെയാണ് പല വീടുകളുടെയും വിമാനത്താവളത്തിലുമൊക്കെ ഇത് പതിച്ചത്. ഇന്നലെ ലൈവായിട്ട് ഒരു റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു. അതായത് ബഹ്റൈനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സാധാരണക്കാരനാണ്, കർണാടകക്കാരൻ, ജേർണലിസ്റ്റ് ഒന്നുമല്ല. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പിന്നിലുള്ള അമേരിക്കൻ നേവൽ സ്റ്റേഷൻ കപ്പലുകളെല്ലാം അവിടെ കിടപ്പുണ്ട്. ആ കപ്പലുകളിൽ നിന്ന് പുക നല്ലതുപോലെ ഉയരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കപ്പലിന് തീ പിടിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഇയാൾ അതിൻ്റെ മുമ്പ് നിന്നാണ് ഇയാൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇയാൾ പറയുന്നത്
ഇവിടെ വലിയ അലർട്ടുണ്ട്, അവിടുത്തെ ഗവൺമെൻറ് ഒരു അലർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ തീ കത്തുകയാണ്, തീ അന്തരീക്ഷം മുഴുവൻ വെളുത്ത പുക എന്ന് പറയുന്നത്, വെളുത്ത പുക നിറഞ്ഞിരിക്കുകയാണ്, ശ്വാസം മുട്ടുന്ന അന്തരീക്ഷമാണ്, ആരും ഇവിടെ നിൽക്കരുതെന്ന്, ഓപ്പൺ എയറിൽ നിൽക്കരുതെന്ന് പറഞ്ഞിരിക്കുകയാണ് ഗവൺമെൻറ്. അപ്പം ഇറാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അമേരിക്കയാണ്, ഗൾഫ് രാജ്യങ്ങളെ അല്ല. പക്ഷേ ഇത് പേട്രിയോട്ട് മിസൈലുകൾ ഇതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് ചിന്നിച്ചേറി വിമാനത്താവളങ്ങളിലും വീടുകളിലും അങ്ങനെ ഒരു പാകിസ്ഥാൻകാരൻ അബുദാബി മരിക്കാനും ഇടയായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. എന്തായാലും ഇത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആകാംക്ഷ ഉണ്ടാകുന്ന, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. ഇത് നീണ്ടു നിന്ന് പോയാൽ പല വ്യവസായങ്ങളോടെ കൂട്ടപ്പെടും. യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന യുദ്ധത്തിന് സമാനമാണ്. കാരണം നമ്മുടെ മലയാളികളാണ് ഈ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആകുന്നത്. ഈ പിന്മാറാനൊരു സാധ്യതയുണ്ടോ ഇറാൻ? കാരണം ഇപ്പോ ഒന്നുകിൽ പിന്മാറണം, അല്ലെങ്കിൽ ലക്ഷ്യം തീരുന്നത് വരെ ഞങ്ങളുടെ ലക്ഷ്യം അവസാനിക്കുന്നത് വരെ പോരാടുമെന്നാണ് ട്രംപ് പറയുന്നത്. അത് എന്തായാലും ഇനി ട്രംപും നെതന്യാഹുവും എന്തായാലും ഇതിൽ നിന്ന് പിന്മാറുന്ന ഒരു രീതി സ്റ്റെപ്പ് എടുക്കാൻ സാധ്യതയില്ല. കാരണം പിന്മാറിയാൽ കാര്യമില്ല. കാരണം അടുത്ത ഭരണകൂടം വന്നു, ഇതിനേക്കാളും കൂടുതൽ ത്രട്ടാണ് അവർക്കെതിരെ. എന്തായാലും അവർ തുനിഞ്ഞിറങ്ങി, അവരെന്തായാലും ഒരു വിജയത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് അവർ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ട. ഒരൊറ്റ അമേരിക്കൻ പൗരൻ പോലും ഇതിൽ മരിച്ചിട്ടില്ല. അമേരിക്കയുടെ മണ്ണിലല്ല യുദ്ധം നടക്കുന്നത്. എല്ലാ യുദ്ധങ്ങളും അമേരിക്ക നടത്തുന്നത് മറ്റുള്ളവരുടെ മണ്ണിലും അവരുടെ ചെലവിലും അവരുടെ രക്തത്തിലുമാണെന്നുള്ള ഒരു സത്യം അവശേഷിക്കുന്നുണ്ട്.